ഹലോ, ഗുഡ് മോർണിംഗ്. സിന്ധുമ്മ വ്ളോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. മഴയൊക്കെ കാരണം നമ്മുടെ പൂവും ചെടിയൊക്കെ വളഞ്ഞു കുത്തിയൊക്കെ കിടക്കുന്നത് കേട്ടോ. അപ്പം ഞങ്ങളൊരു യാത്ര പോവാം. ഞാനും ഉണ്ട്, ചേട്ടായി ഉണ്ട്, പോട്ട് വരാം അല്ലേ. ഇങ്ങനെ എന്നും പണിയും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ഇരുന്നാൽ മതിയോ അല്ലേ. എൻ്റെ ദൈവമേ, ഞാൻ പോകുന്നുണ്ടല്ലോ എവിടോട്ടാണ്. നിങ്ങൾ വീഡിയോയ്ക്ക് അതുപോലെ തന്നെ കണ്ടോ എത്ര ദൂരം പോകുന്നുണ്ട്, എവിടേക്കാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ കുറേ സമയത്ത് സന്തോഷ കാര്യങ്ങളായിരിക്കും, ചേട്ടായും കൂടെ ഉൾപ്പെടുന്ന വീഡിയോ ആയിരിക്കും. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ പ്രത്യേക ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ താളിപ്പൊടിയെക്കുറിച്ചാണ്. അപ്പോൾ താളിപ്പൊടി ആവശ്യമുള്ളവരെല്ലാം നമ്മുടെ കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ, അതിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 അളവിൻ്റേത് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. 250 ഗ്രാം, അതായത് 1/4 കിലോ, 200 ഗ്രാം, 100 ഗ്രാം, അങ്ങനെ 3 അളവിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഇതാകുക. എല്ലാവരും പിന്നെ 1-2 പേരൊക്കെ നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. കാരണം ഫ്ലാറ്റിലും പുറത്തൊക്കെ നാട്ടിൻപുറത്ത് ചില സ്ഥലങ്ങളിൽ കിട്ടാത്തതുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയാം ഇതിൻ്റെ ഗുണം. അതുകൊണ്ട് 2-3 പേര് പറഞ്ഞു കേട്ടോ നല്ല റിസൾട്ടൊക്കെ. പിന്നെ ചിലർ കൈ കിട്ടിയെങ്കിലും ഉപയോഗിച്ച് കാണത്തില്ല, അങ്ങനെയൊക്കെ. എന്തായാലും റിസൾട്ട് പറഞ്ഞവരോടൊക്കെ ഒത്തിരി താങ്ക്സ്. നല്ല സാധനമാണ്. നമുക്ക് പ്രത്യേകിച്ച് ഈ ഉറക്കമൊക്കെ കുറവുള്ളവർക്ക് എന്ത് നല്ലതെന്ന് പറയുന്നത്, തലയ്ക്ക് നല്ല കൂളിങ്ങും കാര്യങ്ങളും ഒക്കെ കിട്ടും. അപ്പം വേണ്ടവരൊക്കെ ആ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. പണിയാണ്, ഞങ്ങൾ പാക്കിങ് ആണ് കേട്ടോ. ചേട്ടായി ഷർട്ട് ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ചേട്ടായിലൊക്കെ ഉൾപ്പെടുത്താത്ത. പിന്നെ അപ്പം ഞങ്ങൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കവറിനകത്തൊക്കെ ആക്കി വെച്ചു. ആവശ്യത്തിനനുസരിച്ച് എടുത്ത് പോയാൽ മതിയല്ലോ. ഇതിപ്പോൾ നമുക്ക് ഓർഡർ കിട്ടിയേക്കുന്നതാണ്. 250-ൻ്റെ 3 പാക്കറ്റ്, 200-ൻ്റെ 2 പാക്കറ്റ്, അതുപോലൊക്കെ തന്നെ 100-ൻ്റെ 5 പാക്കറ്റ്. ഇതിനി പാക്കിങ് കൂടെ ചെയ്ത് വെക്കണം. പാക്ക് ചെയ്ത് അഡ്രസ്സ് എഴുതണം. അപ്പോൾ ഇതും കൂടെ ചെയ്യട്ടെ കേട്ടോ. അപ്പം ബാക്കി പരിപാടിയൊക്കെ കഴിഞ്ഞു. ചേട്ടായി പോയി ഇതെല്ലാം ഇത്രയും ചെയ്ത് തന്നിട്ട് ചേട്ടായി എണീറ്റ് പോയി. പണി കഴിഞ്ഞ് വന്നതല്ലേ. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ അഡ്രസ്സൊക്കെ എഴുതി വെക്കട്ടെ കേട്ടോ. രാവിലെ ഞങ്ങളൊരു യാത്ര പോവാം. ഇച്ചിരി ഒരു ശകലം ദൂരത്തേക്കാണ് പോകുന്നത്. എന്നാൽ ഹെൽമെറ്റ് വെച്ചോ വേണമെങ്കിൽ, എന്നിട്ട് ഞാൻ ഹെൽമെറ്റ് വെച്ചോളാം. അപ്പം ഞാൻ കുറേ സാധനങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത് കേട്ടോ. വരുന്ന 1 മാസം കഴിഞ്ഞ്, അതുകൊണ്ട് കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് പോവാം അല്ലേ ചേട്ടായി. അരി തൊട്ടുണ്ടോ? അതെ, ചുമ്മാ ഒന്നും അല്ല, അതെ അരി തൊട്ടുണ്ട്. അയ്യോ മതി, അത് ഞാൻ പിടിക്കാം. അല്ല പിന്നെ എല്ലാം കൂടെ പാടല്ലേ. അപ്പം രാവിലെ ഡിയോക്കുടനുമായിട്ട് ചേട്ടനെ വിടാൻ പോയതാ കേട്ടോ. ചേട്ടായി ഉണ്ടല്ലോ അപൂർവം ചില ദിവസമൊക്കെ വന്നു ഓടിക്കുന്നത്. ഇപ്പം ഈ കൈക്കും കൂടെ വേദനയുണ്ട്. ഞാൻ കൊണ്ടുവന്നവിടെ പേടിയാണ് കേട്ടോ. എനിക്ക് നിന്റെ പറയിരിക്കാൻ പേടിയത്. ഒരു ദിവസം വന്നു, പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ പേടിയാണ്. സന്തോഷമായിരുന്നു. ഒരു ദിവസം കൂടെ വരെ വന്നു. എന്നിട്ട് പറഞ്ഞു എനിക്ക് പേടിയാണ്. എന്നിട്ട് കൈക്ക് വേദനയായിട്ടും ചേട്ടാ തന്നെ ഓടിച്ചു കേട്ടോ. അപ്പോൾ പോട്ട് വന്ന അവനെ സുന്ദരക്കുട്ടനെയും കൊണ്ട് പോട്ട് വന്നാൽ നല്ല രസമുണ്ടല്ലേ. പ്രകൃതി രമണീയമായിട്ട് നിൽക്കുന്നു. മുറ്റമൊന്ന് തൂക്കണം ഉണ്ടോ. ഇന്നലത്തെ മഴയുടേത് കണ്ടോ, ചെടിയൊക്കെ പൂവൊക്കെ മറിഞ്ഞത് കിടക്കുന്നത് കണ്ടോ, മറിഞ്ഞു പോയി ഉണ്ടോ. അതേ സൈസ് മഴയായിരുന്നു, കാറ്റും അങ്ങനെയൊക്കെ ഇരിക്കുന്നു കാര്യങ്ങൾ. അയ്യോ ഇതിലോട്ട് വയ്ക്കുന്നത് കൊല്ലം കുത്തി കിടക്കുന്നത്. അത് എനിക്ക് തന്നെ കണ്ടിട്ടേ ഒരു ഇത് തോന്നുന്നത് കണ്ടോ, മൊത്തം കോല കുത്തി കിടക്കുന്നത് നല്ല സൂപ്പറായിട്ട്. വെട്ടുന്നെന്ന് പറഞ്ഞപ്പോൾ മുതലുണ്ടല്ലോ അത് നിറച്ചു പൊട്ട് പോവുക. അപ്പോൾ എന്നെ വെട്ടണ്ട എന്നുള്ളതായിരിക്കും അല്ലേ. അയ്യോ മതി. ഇന്നിനി തൊഴിലുറപ്പുണ്ട്, തൊഴിലുറപ്പിന് പോകണം. തൊഴിലുറപ്പിന് ഈ പ്രാവശ്യം എനിക്ക് ഇറങ്ങിയിട്ടേ ഒരു എന്തോ ഒരു സുഖമില്ല. എന്താണെന്ന് വെച്ചാൽ വേറെ പ്രശ്നമൊന്നുമില്ല, പണിക്കാരെ ഇച്ചിരി കൂടുതലാണ്. എന്നാലും അമ്മാമ്മയുടെ ചമ്മൻ്റെ കൂടെ ചുമ്മാ ഞാൻ അവരിങ്ങനെ ചൊറിഞ്ഞ് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. അത് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ പോയി വഴക്കുണ്ടാക്കാൻ പറ്റിയല്ലേ. എല്ലാവരുടെയും സ്വാഭാവികം നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ലല്ലോ. പക്ഷെ കുഴപ്പമൊന്നുമില്ല, എല്ലാവരും നല്ലവർ തന്നെയാണ്. ഞാൻ പറയായിരുന്നു അമ്മാമ്മ അച്ഛമ്മൻ്റെയൊക്കെ ഞാൻ എന്നാ പറഞ്ഞാലും കേട്ടോണ്ടൊക്കെ ഇരിക്കും, എല്ലാവരോടും വരുന്നില്ലല്ലോ. അതുകൊണ്ടൊരു വൈബ് പോയി. അതിന് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് അമ്മാമ്മയോടൊന്നും വഴക്കുണ്ടാക്കാച്ചിട്ട് ഒരു സുഖമില്ലത്. അത് പറഞ്ഞിട്ടൊക്കെ ഇരിക്കുക. കാണുന്ന സമയത്ത് ഇച്ചിരി സമയമുള്ളതിലും വഴക്കുണ്ടാക്കാനായിട്ട് ചെല്ലും കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നല്ല പണിയും തിരക്കും കാര്യങ്ങളും ഒക്കെ കൂടെ ആവുന്നുണ്ടല്ലോ, വീഡിയോയും ഇതാകാൻ പറ്റുന്നില്ല. എന്നാ വീഡിയോ എടുക്കുന്നതെന്ന് ഞാൻ ഇനി ചേട്ടായിട്ട് രാവിലെ ചോദിക്കുന്നത്. എൻ്റെ ചേട്ടാ എന്നാ എടുക്കുന്നത്? അതിനെല്ലാം ഞാൻ വന്നു കഴിഞ്ഞ് പിന്നെ ചിലപ്പോൾ ചെമ്പരത്തിയില പറിക്കാൻ പോകും. പിന്നെ ഈ മരുന്നിൻ്റെ സമയത്ത് കുറേ സമയം, പിന്നെ നമ്മുടെ വീട്ടിലെ കുക്കിങ് കാര്യങ്ങളെല്ലാം കൂടെ ആകുമ്പോഴത്തേനും എത്തിപ്പിടിക്കാൻ പറ്റുന്നില്ല 2 കൈ കൊണ്ട്. ഇനി വേണം കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാനായിട്ട്. ഇപ്പോൾ സമയം 7:30 ആയിട്ടുണ്ട്. ഇനി വേണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ച് പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് ഇച്ചിരി അരി തിളപ്പിച്ച് റൈസ് കുക്കറിൽ വെക്കണം. എന്നിട്ടൊക്കെ വേണം ഒരുങ്ങി പോകാനായിട്ട്. പിന്നെ ഇന്നും അതുകൊണ്ടൊക്കെ ഒരു സങ്കടകരമായ കാര്യമുണ്ട്. നമ്മുടെ തറവാട് വീടിൻ്റെയൊക്കെ അടുത്ത് താമസിക്കുന്ന ഒരു ബ്രോക്കറാണ്, റോയി എന്നാണ് ചേട്ടൻ്റെ പേര്. ചേട്ടനെ എടുത്തുകൊണ്ടൊക്കെ നടന്നിട്ടുള്ളതാണ്.
റോയിച്ചേട്ടൻ്റെ മകൻ വെള്ളത്തിൽ വീണ് മരിച്ചു. എൻ്റെ ദൈവമേ, ഇപ്പോൾ രാവിലെ ചേട്ടായി എന്നെ ഇന്നലെ രാത്രി അതെല്ലാം പറഞ്ഞിട്ടൊക്കെ കിടന്നില്ല, അവൻ്റെ ഫോട്ടോയൊക്കെ കണ്ടിട്ട് കിടന്നിട്ടേ ഒരു ഇതായിരുന്നേ. ഇന്ന് രാവിലെ ഞാൻ കണ്ടത് തന്നെ, സ്വപ്നം കണ്ടത് എന്നാണെന്നറിയോ, എൻ്റെ സംഘത്തിലുള്ളൊരു ചേച്ചി എൻ്റെ തോർത്ത് വെള്ളത്തിൽ പോയി. അപ്പോൾ അത് എടുക്കാനായിട്ട് ചേച്ചി ഇറങ്ങിയിട്ട് ചേച്ചി പിന്നെ പൊങ്ങി വരുന്നില്ല എന്നൊക്കെ. എന്നാണോ ചീത്ത സ്വപ്നം തന്നെ കാണുമോ? ചീത്ത സ്വപ്നം എന്ന് വെച്ചാൽ നമുക്ക് വെറും നെഗറ്റീവ്, നമ്മുടെ മനസ്സും ശരീരവും എല്ലാം തളർന്നു പോകുന്ന സൈസ് നെഗറ്റീവ് സ്വപ്നങ്ങൾ തന്നെ കാണും. അപ്പം ഞാൻ ചേട്ടായോട് എണീറ്റത് പറഞ്ഞേ, അപ്പോൾ ചേട്ടായോട് പറയാം, നീ ദൈവത്തെ വിളിക്കാൻ വന്നിട്ടാ, നീ ഇതിൽ കൂടുതൽ എന്താ ദൈവത്തെ വിളിക്കേണ്ടതെന്ന് അറിയത്തില്ല, എൻ്റെ ദൈവമേ എനിക്ക് അറിയത്തില്ല. അപ്പം അങ്ങനെ. പക്ഷേ ഈ ചെറുക്കനൊരു 26 വയസ്സൊക്കെ കാണത്തുള്ളൂ. അവൻ വെള്ളത്തിൽ വീണ് മരിച്ചു. എന്നാ പറ്റിയ തരത്തിൽ ഇപ്പം വെള്ളത്തിൽ നിന്ന് എടുക്കുന്നതും ഇപ്പം ഈ ഫോണുള്ളതുകൊണ്ടുണ്ടല്ലോ. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ നേരിട്ട് കാണുന്നില്ലാത്തതുകൊണ്ട് നമുക്കൊരു ടെൻഷനും ഭീകരതയും മനസ്സിൽ ഫീൽ ചെയ്യല. ഇത് ഈ ഫോണുള്ളതുകൊണ്ട് ഫോണിനകത്ത് ഒന്നാമത്തെ കാര്യം ഫുള്ള് ഫോട്ടോ വരും. പിന്നെ ഇപ്പം എന്തെങ്കിലും മുങ്ങിയെടുക്കുന്നു, അതേടാ ഇവിടെ കിടക്കുന്നു, അതേടാ പിടിക്കടാ, അങ്ങനെ ഇങ്ങനെ പിന്നെ പൊക്കിക്കൊണ്ട് വരുന്നതും അങ്ങനെയുള്ളത് എല്ലാം ഷൂട്ട് ചെയ്ത് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഇട്ടിരിക്കുക. ഒരു ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ. 2 പിള്ളേരാണ് അവർക്ക്. അയ്യോ ദൈവമേ, എങ്ങനെ സഹിക്കാനായിട്ടുള്ള ശക്തി കൊടുക്കട്ടെ. എൻ്റെ ദൈവമേ, ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ എന്നാത്തിനാ കുളിക്കാൻ ഇറങ്ങിയാൻ തോന്നുന്നു. കാരണം ഷർട്ടൊക്കെ ഊരിയിട്ടിട്ടാ ബോഡി എടുത്തുകൊണ്ട് വരുന്നത് കണ്ടിട്ടേ കുളിക്കാൻ ഇറങ്ങിയതായിരിക്കും. ഇനി നീന്തലൊന്നും അവൻ അറിയത്തില്ല എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ എന്തായാലും അതൊരു വലിയ വിഷമമായിട്ടിരിക്കുന്നത് രാവിലെ തന്നെ കേട്ടപ്പോൾ. രാവിലെ അല്ല, ഇന്നലെ വൈകിട്ട് കേട്ടതാ. ഇപ്പോൾ രാവിലെ ആ വീഡിയോസൊക്കെ കൂടെ കണ്ടപ്പോൾ ഒന്നുകൂടെ ഭയങ്കര ഒരു വിഷമം. എന്നാ ചെയ്യാനാ ദൈവമേ, ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാതിരിക്കാൻ പറ്റേ, അതാ നല്ലതല്ലേ. ഇനിയേ നോക്കി നിന്നാലേ സമയം പോവും. ഇത് കണ്ടോ, ഈ ഹെൽമെറ്റ് വെക്കുന്നതുകൊണ്ട് മുടി ഒത്തിരി പൊഴിയുകയും ചെയ്യും. തലമുടി ഒരുമാതിരി പതുങ്ങിയിരിക്കും അടപ്പരുവത്തി. അപ്പം ഇനി പോയി പെട്ടെന്ന് കാപ്പിയൊക്കെ ഉണ്ടാക്കി കഴിക്കട്ടെ, അല്ലെങ്കിൽ തൊഴിലുറപ്പിന് പോക്ക് നടക്കുകയില്ല. നമ്മുടെ പണി നമുക്ക് നോക്കട്ടെ. ചേട്ടായി ഇതായിട്ട് കടയിലെത്തി ചേട്ടായുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങി. അപ്പോൾ ഇനി ഞാൻ എൻ്റെ പരിപാടികളും നോക്കട്ടെ. പാക്ക് ചെയ്തതെല്ലാം കുറച്ചിരിക്കുന്നു. പിന്നെ കൊറിയർ ചെയ്യാനായിട്ടുള്ളത് ഞാനിപ്പോൾ ചേട്ടായുടെ കൂടെ പോയപ്പോൾ കൊണ്ടുപോയി ചേട്ടായുടെ കടയിൽ വെച്ചിട്ടുണ്ട്. ചേട്ടായി വായിച്ചോളൂ. അല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ എനിക്ക് പണിക്ക് പോകണ്ടേ. ഇന്നലെ എടുത്തു വെച്ച സാധനങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കുക. അതെല്ലാം ഇന്നലെ എടുത്തു വെച്ച സാധനങ്ങളൊക്കെ അതേ എടുത്തിരിക്കുക. ഇത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. തണുപ്പുള്ള ഇങ്ങനെ പൊട്ടിച്ചിട്ടേ ഒന്നെങ്കിലും ഒരു നല്ല കാറ്റ് കയറത്തില്ലാത്ത ഒരു ടിന്നിനകത്താക്കി വെച്ചേക്കണം. അല്ലെങ്കിൽ ആ കവറിൽ തന്നെ നല്ല നീറ്റായിട്ട് കാറ്റ് കയറത്തില്ലാത്തവണക്ക് വെക്കണം കേട്ടോ. അതാണ് ഒന്നുകൂടെ നല്ലത്. അപ്പം ഞാനും തണുപ്പടിക്കാത്ത നല്ല കവറിനകത്തൊക്കെ ആക്കിയാണ് വെക്കുന്നത്, പാക്ക് ചെയ്ത് വെക്കുന്നത്. പിന്നെ ഇപ്പോൾ ഞാൻ ഇതെല്ലാം നിങ്ങളെ കാണിച്ചില്ലേ, അത്ര ഉണ്ടായിരുന്നു. അതിപ്പം കൊണ്ടുപോയി അയക്കാനായിട്ട് ചേട്ടയുടെ കടയിൽ വെച്ചു കേട്ടോ. അഡ്രസ്സും ഒക്കെ എഴുതിയിട്ടൊക്കെ കടന്നുകൊണ്ടേ ലേറ്റായി. സമയം ശരിക്കും ഓരോ പരിപാടികൾ ചെയ്ത് തീർക്കുമ്പോഴത്തേനും സമയം പോകുന്നുണ്ട്. അതുകൊണ്ട് ഇതൊന്നും എടുത്തു വെച്ചില്ല, അതൊക്കെ ഒന്ന് എടുത്തു വെക്കട്ടെ. പിന്നെ ബാക്കി കാര്യങ്ങളിലോട്ടൊക്കെ പോട്ടെ, അല്ലെങ്കിലേ സമയം പോയിക്കൊണ്ടിരിക്കും. നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങളോട് എന്തേരം പറഞ്ഞാലും എനിക്ക് കൊതി തീരത്തില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും സംസാരം. പുറത്തെ കാഴ്ചയ്ക്ക് നല്ല രസമല്ലേ. എന്നാന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ നല്ല പ്രകാശവും വെട്ടമൊക്കെ തോന്നുവേ, ചില സമയത്ത് ഭയങ്കര ഇരുണ്ട് കൂടിയിരിക്കും. ഇരുണ്ടും മൂടിക്കൂടിയിരിക്കുന്ന ഒരു സുഖമില്ല അല്ലേ. എപ്പോഴും പ്രകാശമുള്ളതല്ലേ നല്ലത്. നമ്മുടെ ചില മനുഷ്യരെ ഞാൻ കണ്ടുണ്ട്, പെട്ടെന്ന് ഫേസ് വേറൊരു ലെവലാക്കും. കറുത്ത് ദേഷ്യം വരുമ്പോൾ നമ്മളൊരു മുഖം മുഷിച്ച് വെക്കുക എന്ന് പറയല്ലേ എന്ന് പറഞ്ഞത്. പക്ഷെ എപ്പോഴും നമ്മുടെ മുഖം പ്രസാദമായിട്ടിരിക്കുന്ന അത്രയും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. നമുക്ക് പുഞ്ചിരി കൊണ്ട് ഒത്തിരി രോഗങ്ങൾ മാറ്റാം, ഒത്തിരി എന്നാ പറയുന്നത്, നല്ല ഒത്തിരി കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പുഞ്ചിരി. ആരെ കാണുമ്പോഴും ഒന്ന് ചിരിച്ച് കാണിച്ചാൽ നല്ലതാണ്. നമുക്ക് ആരോഗ്യത്തിനും നല്ലതാണ്, ആയുസ്സിനും നല്ലതാണ്. അതുകൊണ്ട് തന്നെ മൗനം എന്ന് വെച്ചാൽ ചില സമയത്ത് ഒത്തിരി നല്ലതാണ് മൗനം. വലിയ കൊലപാതകം വരെ നടക്കാതിരിക്കും. നമ്മൾ കണ്ടിട്ടും പ്രതികരിക്കാൻ പോകാതെ അനങ്ങാതെ ഇരുന്നേക്കെങ്കിൽ. അതുകൊണ്ട് അങ്ങനെ ഒക്കെ ഉള്ളൊരു ദിവസമൊക്കെ ആവട്ടെ. എന്ത് കണ്ടാലും നമ്മൾ അവരോട് പ്രതികരിക്കാനും, നമ്മളെക്കുറിച്ചാണേലും മറ്റുള്ളവരെ കുറിച്ചാണെങ്കിലും പ്രതികരിക്കാനും, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊക്കെ ദേഷ്യമൊക്കെ വരികയല്ലേ ചില മനുഷ്യർക്ക്. അങ്ങനെയൊക്കെ ഉള്ളത് ഈ പറഞ്ഞ എനിക്കാണേലും ഉൾപ്പെടെ. അപ്പോൾ അതുകൊണ്ടൊക്കെ ചിലപ്പോൾ അബദ്ധങ്ങളും കാര്യങ്ങളൊക്കെ പറ്റും. അങ്ങനെയൊന്നും പറ്റാത്ത നല്ലൊരു ദിവസമായി മാറട്ടെ ഇത് ആശംസിച്ചുകൊണ്ട് വീഡിയോയിലോട്ട് പോവാം. അപ്പം വേണ്ട മെയ്സ് പൊടിയുടെ കുറച്ച് പൊടിയുണ്ട്. അത് ഡ്രസ്സൊന്നും മാറില്ല കേട്ടോ. കൈയും ഒക്കെ ഒന്ന് കഴുകിയിട്ട് വന്നിട്ട് കാപ്പി ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു. മരുന്ന് കഷായം കുടിച്ച് 1/2 മണിക്കൂർ കഴിഞ്ഞേ കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കഷായം ഒക്കെ കുടിച്ചു. എന്നിട്ട് ഞാൻ മെയ്സ് പൊടിയുടെ പൊടി ഉണ്ടെന്നേ, ചോളത്തിന്റെ പൊടി, അതൊരു ശകലേ ഉള്ളൂ. അപ്പൊ പിന്നെ ഞാൻ സാധാ പുട്ടുപൊടി എടുത്തു. അജ്മീനൊക്കെ പുട്ടുപൊടി ഇല്ലേ, കഴിഞ്ഞ ദിവസം ആരാണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സിംഗമേ അത് പുട്ടുപൊടിയാണോ അത് റവയാണോ എന്നൊക്കെ. ശരിക്കും പുട്ടുപൊടി തന്നെയാണ് കേട്ടോ. അപ്പൊ എന്നിട്ട് ചൂട് വെള്ളം, നല്ല തിളച്ച വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കും. കൈ പൊള്ളാതൊക്കെ നോക്കിക്കോണം കേട്ടോ. ഇനി കൈ പൊള്ളിച്ചതൊന്നും പറഞ്ഞേക്കരുത്. എന്നിട്ട് നമുക്കൊരു 3 വെച്ചൊന്ന് ഇങ്ങനെ കൂടെ നടക്കും. ഇതുണ്ട് അടപരുവത്തിൽ ഞാൻ അങ്ങനെ ഇത് വലിയ ഇതൊന്നും നോക്കത്തില്ല. പക്ഷെ ചിലത് പറയും കേട്ടോ,
പുട്ട് കുഴയ്ക്കാൻ ഭയങ്കര പാടാണ്. പക്ഷെ എനിക്ക് പുട്ട് കുഴയ്ക്കാനാണ് ഏറ്റവും എളുപ്പമുള്ളത്. ഉണ്ടോ? എന്നിട്ട് ഇവൻ ചെറുതായിട്ടൊന്ന് തന്നു കഴിയുമ്പോൾ ഒന്നെങ്കിൽ മിക്സിയിൽ കാരണം അതിട്ടൊന്നും ചെറുതായിട്ട് നടത്തിയെടുക്കും, അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ പൊടിച്ചെടുക്കും. ഇപ്പം ഞാൻ കൈ കൊണ്ട് പൊടിച്ചെടുക്കുന്നേ ഉള്ളൂ. മിക്സിയിലും ജാറിലും ഒക്കെ പറ്റി കഴിഞ്ഞാൽ അത് കഴുകാൻ പോകണം. പക്ഷെ സോഫ്റ്റ് ആകും കേട്ടോ. ഇത് തേങ്ങ ചിരണ്ടി എടുത്തു. ഇനി ഞാൻ കുക്കറിനകത്തോട്ട് വെള്ളം എടുത്തിട്ട് നോക്കട്ടെ. സത്യം പറഞ്ഞാൽ ചീനിക്കിഴങ്ങ് പുഴുങ്ങിയതിരിപ്പുണ്ട്. പക്ഷെ അത് രാവിലെ കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോഴേ ഗ്യാസ് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് അത് കഴിക്കാം. ഇപ്പം പുട്ട് കഴിക്കാൻ വിചാരിച്ചതാണ് കേട്ടോ. എന്തായാലും 1/2 മണിക്കൂർ താമസിക്കണം നമുക്ക് കഴിക്കണമെങ്കിൽ, മരുന്ന് കഴിച്ചിരുന്നുണ്ട്. നിങ്ങൾ അങ്ങോട്ട് നോക്കിയിട്ട് ഒന്നും ഇത് വിചാരിക്കേണ്ട. പാത്രമൊക്കെ പിറക്കി വെക്കാനായിട്ട് ഞാൻ അവിടുന്ന് വാഷ് ബേസിൻ എടുത്തിട്ടുണ്ടെന്നാണ് കേട്ടോ. ക്യാമറ ഒത്തിരി നെയ്യാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ അതെല്ലാം ഇനി പിറക്കി ഞാനിവിടെ പുട്ട് റെഡിയാകുന്ന സമയത്ത് അതെല്ലാം അതാത് സ്ഥലത്തുങ്ങളിൽ വെക്കും. അങ്ങനെയൊക്കെയാണ് ഓരോന്നോരോന്നും നോക്കി ചെയ്യണം. അപ്പം ഞാൻ പെട്ടെന്ന് കുക്കറിന് അതിച്ച് വെള്ളം കൊടുത്തുണ്ടോട്ടെ. അപ്പം ഞാൻ കുക്കറിനകത്ത് വെള്ളം വെച്ചു. ഇത് അവിയലാണ് കേട്ടോ. അവിയലേ പുട്ടിൻ്റെ കൂടെ ഒരു ലേശം കഴിച്ചിട്ട് ബാക്കി എടുത്ത് ചെയ്യണം. അപ്പം ദേ നമ്മുടെ പുട്ടുപൊടിയുടെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, കൈ വെച്ച് ഇങ്ങനെ ദേ കഴിഞ്ഞ ദിവസം കമന്റ് ഉണ്ടായിരുന്നു ശരിക്കും ഇത് റവയാണോ അല്ലെങ്കിൽ അങ്ങനെ കമന്റ് അല്ല, മെസ്സേജ് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടു. അത് അല്ലെങ്കിൽ എങ്ങനെ അങ്ങനെ കട്ട പിടിച്ചിരുന്ന സാധനം അങ്ങനെ ആകുന്നതെന്നൊക്കെ. ഇതിപ്പോൾ ഞാൻ മിക്സിൻ്റെ ജാറിൽ പോലും ഇട്ടടിക്കുന്നില്ല. മിക്സിയിൽ ജാറി ഇട്ടടിച്ചാൽ അതുകൊണ്ട് സോഫ്റ്റ് ആകും, അത്രേ ഉള്ളൂ. വേണ്ടോ? അതുകൊണ്ട് തന്നെ നമ്മൾ പുട്ടുണ്ടാക്കുന്നതിനകത്ത് ആ വെള്ളത്തിൽ ഇച്ചിരി കറിവേപ്പിലൊക്കെ ഇടുവാണെങ്കിൽ നല്ലതാട്ടോ. നല്ല ഒന്നുകൂടെ ഒരു നല്ല സ്വാദ് കിട്ടും. ഇപ്പം സമയം പോയതുകൊണ്ട് ഈ എല്ലാം എളുപ്പ പരിപാടിയാണ്. പഴമുണ്ടേ, പക്ഷെ അവിയലുണ്ടല്ലോ, അവിയൽ ഇച്ചിരി കൂട്ടാങ്കിലേ ഇപ്പം എന്നെ എല്ലാവരും കളിയാക്കാം. എന്താന്ന് ചോദിച്ചാൽ ഈ ഡയറ്റ് തുടങ്ങിയ പിന്നെ ഞാൻ എല്ലാ സാധനത്തിൻ്റെ കൂടെ കൂട്ടും. രസം വരെ കൂടെ ഒഴിച്ച് ചിലപ്പോൾ കൂട്ട് നിന്നളെ. അതാണ് സിന്ധു സുനിൽ. ഇപ്പം അതിന് ചിപ്പിയും അമ്മും എല്ലാം എന്നെ കളിയാക്കാം. എൻ്റെ പൊന്നെ ഇത് എന്നതാണോ എന്നാ സാധനം കുട്ടി വേണ്ടതിനാ, ഇത് പുതിയ കോമ്പിനേഷൻ ആണല്ലോ എന്നൊക്കെ പറയും. ഞാൻ പറയും തിന്ന് നോക്ക്, കഴിച്ചു നോക്കാം, നല്ല അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ അല്ലേ. കണ്ടോ കട്ടയെല്ലാം പൊടിഞ്ഞില്ലേ. ഇനി നമുക്ക് ഒരു കുറ്റി മതി. ഞാനിതിപ്പം നാളത്തേനൂടെ കൂട്ടിയൊക്കെ കുഴച്ച് വെച്ചാൽ എന്നറിയോ, നാളെ പുട്ട് തന്നെ ഉണ്ടാക്കിയേക്കാം. പഴമുണ്ട്. എനിക്ക് ഇഡ്ഡലി കഴിക്കാൻ പറ്റത്തില്ല, ദോശ കഴിക്കാൻ പറ്റത്തില്ല, പൊറോട്ട കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ എന്നാ കഴിക്കും. പിന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ പുട്ടോ ഉപ്പുമാവോ ഒക്കെ ഉള്ളൂ. അപ്പം കഴിക്കാൻ പറ്റത്തില്ല. ഈ മരുന്ന് കഴിയുള്ളൂ കേട്ടോ. ഈ മരുന്ന് മിക്കവാറും 2-3 മാസം കഴിക്കേണ്ടി വരും തോന്നുന്നു. ആദ്യം ഒരു ശകലം കുറഞ്ഞായിരുന്നു. അതിന് പക്ഷേ ഇന്നലെയൊക്കെ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഭയങ്കര ഇതായിരുന്നു. ചെമ്പരത്താട് കുടിച്ചതൊക്കെ ഭയങ്കര ഇതായിരുന്നു. ഇന്നലെ ഒരു മെസ്സേജ് കമന്റ് കണ്ടു കേട്ടോ. സിന്ധമ്മയും പൊടി അലർജിയല്ലേ മാസ്ക് വെച്ചുകൊണ്ട് ചെയ്യാനായിട്ട്. മാസ്ക് ഒക്കെ വെച്ച് മൂടി കെട്ടിയിട്ടൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. പക്ഷെ എത്രയാണെന്ന് പറഞ്ഞാലും നമ്മൾ ശ്വസിക്കുമ്പോഴേ ഇച്ചിരിയൊക്കെ ആവുമല്ലോ ഉള്ളിലോട്ട്. എൻ്റെ ഒരു ചേച്ചിക്കുട്ടി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു മൂക്കിൻ്റെ ചുറ്റിനും ഇച്ചിരി നന്നായിട്ട് വാസലിൻ തേച്ച് വെക്കണം. അപ്പോൾ അതൊട്ടധികം പോവുകയല്ല കൂടിയെന്ന്. അങ്ങനെയൊക്കെ എല്ലാവരും പറഞ്ഞു തരുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ അസ്വസ്ഥത ഉള്ളവർക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു തോന്നുന്നു കേട്ടോ. അപ്പം കണ്ടോ എന്നാ സമയമായി. വെള്ളം ചൂടാകുന്നതിന് മുമ്പേ കൂടി ഒഴിക്കും. എൻ്റെ ആവി വെക്കുന്നു എന്നുവെച്ചാൽ തേങ്ങ ഇടുക, എന്നിട്ട് പുട്ടുപൊടി വാരിയിടുക. ഇച്ചിരി ക്യാരറ്റൊക്കെ ഉണ്ടായിരുന്നേ, പക്ഷെ സമയമില്ല. പിന്നെ എന്നാ ചെയ്യണം, ക്യാരറ്റ് പുട്ടാണ് നല്ല അടിപൊളിയല്ലേ. ചക്കപ്പഴം പുട്ടാണ് നല്ല അടിപൊളിയല്ലേ. കഴിഞ്ഞ ദിവസം ചക്കപ്പഴം കിട്ടി, പക്ഷെ അത് മൊത്തം കഴിച്ച് തീർത്തു. എന്നിട്ട് നല്ല ഫില്ലാക്കി ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കും. എന്നിട്ട് വേണമെങ്കിൽ പുറത്തിച്ചിരി തേങ്ങ വെച്ചോ വേണമെങ്കിൽ. അപ്പം നമ്മുടെ പുട്ടവിടെ സെറ്റാണ്. ബാക്കി പൊടി നമുക്കെടുത്ത് നാളത്തേന് ഒരു ചെറിയ പാത്രത്തിനകത്താക്കി എടുത്ത് വെക്കാം. അതൊക്കെ പിന്നെ നാളെ എളുപ്പമുണ്ടല്ലോ. കണ്ടോ പിന്നെ ഉപ്പറിനോട് പോകേണ്ടി വന്നോണ്ട്, അല്ലെങ്കിൽ പിന്നെ എല്ലാം ഈസി ആയിട്ട് നമുക്ക് സമയമുണ്ട് ചെയ്തിട്ടൊക്കെ പോകാനായിട്ടേ. രാവിലെ എനിക്ക് എക്സസൈസും കാര്യങ്ങളും എല്ലാം കൂടെ ഒക്കെ ചെയ്ത് ഇതിന് വെള്ളം ഈ സൈഡിൽ വെച്ചിരിക്കുന്ന പയറിന് മഴ പെയ്താലും വലിയ നനയുകയാണ്. അതുകൊണ്ട് അതിന് വെള്ളം ഒഴിക്കണം. അങ്ങനെ കുറേ പരിപാടികളുണ്ടായിരുന്നു. അപ്പം പുട്ടാകുന്ന സമയത്തിന് നമുക്ക് നമ്മുടെ അമ്മമാരെ പഠിച്ചെടുത്താക്കാം. കയ്യെപ്പൊടിയും ഇതൊന്നും ഇല്ല കേട്ടോ. നമുക്ക് കൈ കഴുകാതെയാണോ ഇതേ എടുത്തു കൊടുക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ കയ്യെ പറ്റിയിട്ടില്ല.
വലിയ സ്പൂണെല്ലാം ഇതിനകത്തിടണം, കുഞ്ഞു സ്പൂണെല്ലാം ഇതിനകത്തിടണം. ഇന്നലെ സ്പൂണ് മാറ്റുമ്പോൾ സ്റ്റാൻഡൊക്കെ മാറ്റാൻ പറഞ്ഞായിരുന്നു. ഇതൊക്കെ ഒന്ന് ശരിക്കും ഇച്ചിരി ഉണങ്ങിക്കോട്ടെ, അല്ലാതെ നമുക്ക് മിക്സിയുടെ ജാറിൽ വെച്ചാൽ മതി. അവിടെ കഴിഞ്ഞു പരിപാടി. ഇതിന് 2 പഴം കൂടെ എടുത്താലേ ഇതിന് ചായ കൂടാ. പഴം കൂട്ടി കഴിക്കാമെങ്കിൽ പഴം കൂട്ടി കഴിക്കാം. ഇവനെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കട്ടെ. അപ്പൊ ഇനി ചായ കൂടാ. ചായക്ക് ഞാൻ പാലും വെള്ളം എടുത്ത് വെച്ചാണേ. ചേട്ടായിക്ക് ചായ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ പിന്നെ ഞാൻ അന്നേരം തന്നെ എനിക്ക് ചേട്ടായിക്ക് ഇച്ചിരി കൊഴുപ്പിന് കൊടുക്കും. പാലിൻ്റെ പാടം ഒന്നാമത് മാറ്റുന്നതല്ലേ. പക്ഷെ എനിക്ക് അങ്ങനെ കൊഴുപ്പ് ഇഷ്ടമില്ല. ശരിക്കും എല്ലാവരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും പൂള ചായ ആണ്, അല്ലെങ്കിൽ ഇത് ഇന്ന പരട്ട ചായ ചോദിക്കും. പക്ഷെ എനിക്ക് കൊഴുപ്പുള്ള ചായ ഇഷ്ടമില്ല. മധുരം കൂടി ഇല്ലല്ലോ പോരെങ്കിൽ. അതുകൊണ്ട് ഞാൻ പിന്നെ എനിക്കായിട്ട് സെപ്പറേറ്റ് വേറെ ചായ ഇട്ടിട്ട് ചേട്ടായിക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ പിന്നെ പാൽ വെള്ളം എടുത്ത് വെച്ചേക്കും. അതുകൊണ്ട് കുടിക്കാറാകുമ്പോഴേത്തിന് താട്ടി കിട്ടുന്നു. പിന്നെ അവിയൽ എടുത്തിട്ടുണ്ട്. എങ്ങനെയാലും പച്ചക്കറി തീർക്കണ്ടേ, അതുകൊണ്ടാ. പുട്ട് കണ്ടോ, ആവി പറക്കുന്ന നല്ല സൂപ്പർ ചൂട് പുട്ടും അവിയലും. എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കും കേട്ടോ. പിന്നെ വേണമെങ്കിൽ സൈഡിന് വേണമെങ്കിൽ ഒരു 2 പഴം എടുക്കാം. പിന്നെ മധുരമില്ലാത്ത 1 കപ്പ് ചായ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് 10-20 മിനിറ്റ് കൂടുതലായില്ല ചേട്ടനെ കൊണ്ടുപോകാം. പക്ഷെ എനിക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റിയില്ല. എന്നാന്നറിയോ, മുറ്റം തൂക്കാൻ. ഇനി ഞാൻ പെട്ടെന്ന് കഴിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് എല്ലാ സോക്സും ഒക്കെ ഇട്ടിട്ട് മുറ്റത്ത് നിൽക്കുമ്പോഴേ അവർ വന്നില്ലെങ്കിൽ, സൂസൻ ചേച്ചിക്ക് ഇറങ്ങി വന്നില്ലെങ്കിൽ അന്നേരം പെട്ടെന്ന് അങ്ങ് തൂക്കാം. പക്ഷെ ഇപ്പം അല്ലെങ്കിൽ ഞാൻ തൂക്കാൻ പോയാൽ ചിലപ്പോൾ സമയം പോകും. അവർ വരുമ്പോഴത്തേക്ക് ഞാൻ റെഡി ആകത്തില്ല. തൊണ്ണൂറുപ്പിന് പോകണേലും അതിൻ്റെതായ ഇതിൽ റെഡിയായിട്ട് വേണ്ടേ പോകാൻ. ഷർട്ട് ഇടണം, ഷൂ ഇടണം, സോക്സ് ഇടണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. വെയിലില്ലാത്തതുകൊണ്ട് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നതുകൊണ്ട് വെയിലില്ലാത്തതുകൊണ്ട് തൊപ്പി വെക്കണ്ട, അത്രയൊരു ഗുണമുണ്ട്. അപ്പോൾ കഴിക്കട്ടെ. ഇത് ഇച്ചിരി അവിയൽ ഇങ്ങനെ എടുത്തിട്ട് ഈ പുട്ടിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് അവനെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പുട്ട് അങ്ങോട്ടും അവിടുന്ന് ഇവിടുന്നും കൂടെ എടുത്ത് ഇങ്ങനെ വെച്ച് ഒന്ന് സെറ്റാക്കുക. എന്നിട്ട് നമ്മൾ ചോറൊക്കെ ഉരുളിട്ട് വരിക. എന്നിട്ട് ഇങ്ങനെ ഉരുട്ടുക. അപ്പം ഞാൻ നിങ്ങളെ കഴിച്ച് കൊതിപ്പിക്കുന്നില്ല. നിങ്ങളൊക്കെ അവിയലൊക്കെ ഉള്ളപ്പോൾ പുട്ടൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ലതാണെന്നേ, സൂപ്പറാണ്. നമ്മളെല്ലാം എന്നാ പറയുന്നത്, ചേര തിന്നുന്ന നാട്ടിൽ തന്നെ ചേരയുടെ നടുതുണ്ടം കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം പരീക്ഷിക്കണം. അപ്പം എന്തായാലും ഞാൻ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ പോകാനായിട്ടൊക്കെ ഉള്ള റെഡിയായി. കാപ്പിയൊക്കെ കുടിച്ചു, വെള്ളം എടുത്തു. ഫോണ് ഐഫോണും കൊണ്ടുപോകണം, മറ്റേ ഫോണും കൊണ്ടുപോകണം. അതിന് പേഴ്സ് എടുത്തു, കുടയെടുത്തു. ഇനി പോയി ഡ്രസ്സും കൂടെ മാറിയാൽ മതി കേട്ടോ. അപ്പോഴത്തേനും ഏകദേശം പരിപാടി കഴിയും. പക്ഷേ ചായ ഫുള്ള് കുടിച്ച് തീർത്തിട്ടില്ല, ചൂടുണ്ട്. അതുകൊണ്ട് ചായ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിനിടയ്ക്കൊക്കെ കുടിക്കാം. ഡ്രസ്സ് മാറി തലമുടി കെട്ടണം. ബാക്കിയെല്ലാം കഴിഞ്ഞല്ലേ. സമയം 8:10 കഴിഞ്ഞു. കൊണ്ടോ അവർ ആ മെഷീൻ ഓണാക്കുന്നില്ല കേട്ടോ. സൗണ്ട് വന്നില്ലേ? ഇതാണ് നമ്മുടെ പരിപാടി. ഒരു രക്ഷയില്ല. അതിങ്ങനെ മിന്നി ഇത് വന്നുകൊണ്ടിരിക്കും. പിന്നെ ഞാനുണ്ടല്ലോ മുമ്പേ പറഞ്ഞില്ലേ, ഇങ്ങനെ മുഖമൊക്കെ ഏറ്റിപ്പിടിച്ച് കറുപ്പിച്ചൊക്കെ പിടിച്ചോണ്ട് നിൽക്കുന്നത്. അത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു മനുഷ്യനെ കാണുമ്പോഴേ നമ്മൾ മുഖമൊക്കെ കറുപ്പിച്ച് ഏറ്റിപ്പിടിച്ചെന്ന് കരുതി. ഇപ്പം എന്നെ ഒരു മനുഷ്യൻ കാണുക, അവരെന്നെ കണ്ടപ്പോഴത്തേനും മുഖമൊക്കെ കറുപ്പിച്ച് പിടിച്ചോണ്ടല്ലോ, എനിക്കൊരു 2 മിനിറ്റ് അതിനേക്കും ഇതന്നെ ആ ചേട്ടൻ ഇങ്ങനെ കാണിച്ചു, അല്ലെ ആ ചേച്ചി ഇങ്ങനെ കാണിച്ചെന്നൊരു ഇതൊരു അത് നമ്മുടെ മൈൻഡ് വേറെയാ. നമ്മൾ ഇതെല്ലാം വിട്ട് പറഞ്ഞു പോകും. പക്ഷെ ആരുടെ ശരീരവും മനസ്സാവുന്നേ, അവരുടെ ശരീരവും മനസ്സാവുന്നേ. നമ്മളെ എത്ര കൊണ്ട് നമ്മളെ മറ്റുള്ളവരെ ഇങ്ങനെ ഇതാക്കാൻ വിഷമിപ്പിക്കാൻ നോക്കുന്നു, അതനുസരിച്ച് നമ്മുടെ മനസ്സും ശരീരവുമാണ് പോകുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും സന്തോഷത്തോടെ ചിരിച്ച് നല്ലൊരു പുഞ്ചിരിയൊക്കെ കൊടുത്താൽ കാണുന്ന ഏതൊരു മനുഷ്യരായിക്കോട്ടെ, ഒരു എന്നാ പറയുന്നത്, ആരും
പിച്ചക്കാരനായിട്ടും ധനികനായിട്ടും ഒന്നും അല്ല ഈ ഭൂമിയിലോട്ട് വരുന്നത്. ആണോ? അല്ല. ഓരോരുത്തർക്കും ഓരോ ഇത് തലവര ദൈവം വെച്ചിട്ടുണ്ട്. അതേപോലെക്കാണ് അല്ലേ. ചിലപ്പം ഇച്ചിരി ജീവിക്കാൻ നിർവാഹം കാണും, ചിലപ്പോൾ ജീവിക്കാൻ നിർവാഹം കാണത്തില്ല, ചിലപ്പോൾ പന്ന ഡ്രസ്സ് ഒക്കെ ആയിരിക്കും, നല്ല ഡ്രസ്സൊന്നും മേടിക്കാൻ നിവൃത്തി കാണത്തില്ല. പക്ഷെ അന്ന് പറഞ്ഞാൽ അവരെ തഴഞ്ഞു നിർത്തുമോ മാറ്റി നിർത്തുമൊന്നുമില്ല ചെയ്യണ്ടേ. കഴിഞ്ഞ ദിവസം ഞാൻ കൂപ്പള്ളിക്ക് പോയില്ലേ മരുന്ന് വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഒരു ഉമ്മയെ ഈരാറ്റുപേട്ട അവിടെ എവിടെ ഉള്ളതാണെന്ന് തോന്നുന്നു. അല്ല സോറി, ഈരാറ്റുപേട്ടയല്ല, കാഞ്ഞിരപ്പള്ളിയുടെ താഴെ എന്തോ ഒരു റാണിമുക്ക് അവിടെ ഇറക്കണം മോനെന്ന് പറഞ്ഞു. നല്ല പ്രായമുള്ള ഒരു ഉമ്മ കേട്ടോ. ഉടുപ്പൊക്കെ അപ്പടി ചെളിയെ. എന്നിട്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നി, കണ്ടപ്പോൾ ഭയങ്കര ഒരു വിഷമം തോന്നി. കാരണം നമ്മുടെ അമ്മേനെ നമ്മൾ ആ ഒരു സ്ഥാനത്തോട്ട് കാണുവാണല്ലോ, നമുക്ക് എല്ലാ അമ്മമാരെയും ഒരേപോലെ അങ്ങനെ മനസ്സിൽ വരത്തില്ലേ. എന്നിട്ട് ഞാൻ പെട്ടെന്ന് എണീറ്റിട്ട് സീറ്റ് കൊടുത്തു ഇരുന്നു. ആ കയറിയപ്പോൾ തന്നെ ഫോട്ടോയോട് ചോദിച്ചു, മോനെ എന്നെ റാണിമുക്കിൽ ഇറക്കണേന്ന്. റാണിമുക്കി ഷോപ്പിലെന്നൊക്കെ ആദ്യം ചെറുക്കോച്ച് പറഞ്ഞു. അത് ഞാൻ അവനെ ദയനീയമായിട്ട് നോക്കിയപ്പോഴത്തേനും ശരി ഇറക്കാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പം വണ്ടിയെ പോട്ടറില്ലല്ലോ. പക്ഷെ ആ അന്നത്തെ ബസ്സിൽ ഒരു ചെറുക്കൻ കൊച്ചു പോട്ടർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കണ്ടക്ടർ അവനും ഒരു ചെറുക്കൻ കൊച്ചാ. അവൻ ഫ്രണ്ടിൽ നിന്ന് വന്ന് ടിക്കറ്റ് എടുക്കാൻ നേരത്തെ റാണിമുക്കെന്ന് പറഞ്ഞപ്പോഴത്തേനും പറഞ്ഞു അങ്ങ് കയറ്റിയേ നിർത്തുള്ളൂ കേട്ടോ. അല്ല അന്നേരം ഈ ഉമ്മ പറയാണ് പിന്നെ മോനെ ആ റാണിമുക്കി അവിടെ നിർത്തണം കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അയ്യോ അവിടെ നിർത്താൻ പറ്റില്ല, അങ്ങോട്ട് കയറ്റിയേ നിർത്തത്തോളം എന്ന് പറഞ്ഞു. അപ്പൊ ഈ പെട്ടത് ഞാൻ എന്തൊരു കണ്ടാലും ഇങ്ങനെ പ്രതികരിക്കും. പറഞ്ഞു ഞാൻ പറഞ്ഞു മോന് വെല്ലുമ്മയൊക്കെ ഇല്ലേ, ഈ അമ്മ കണ്ട ഇത്രയും പ്രായമായതല്ലേ, ഒരു 2 അടിയുടെ ഇത് മനസ്സിലാവും, ചേച്ചിക്ക് മനസ്സിലായി ലിമിറ്റഡ് സ്റ്റോപ്പാണ്, പക്ഷെ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യം അങ്ങനെ ചെയ്തു കൊടുക്കണം മോനെ എന്ന് പറഞ്ഞു. അപ്പത്തേനും എന്നെ ഒരുമാതിരി അത് നോക്കിയിട്ട് എന്നോട് പുറത്തോട്ടൊക്കെ പോയി. ഏതായാലും അതിനു മുമ്പ് ഞാൻ ഇറങ്ങി, പക്ഷെ നിർത്തി കൊടുത്തോന്ന് അറിഞ്ഞില്ല. ഞാൻ പറയായിരുന്നു ആ അമ്മയുടെ ഡ്രസ്സ് കണ്ടപ്പോഴ് അപ്പുറത്തിരിക്കുന്ന 2 പേർക്കും എണീറ്റ് കൊടുക്കാൻ ഒരു മടി. ആ അമ്മ അടുത്തോട്ട് ചേർന്ന് നിന്നപ്പോഴത്തേനും അവരൊരുമാതിരി മുഖമൊക്കെ ഒരുമാതിരി നോക്കുന്നു. ഞാൻ പറയില്ല, ഞാൻ എവിടെ പോലെ ഞാൻ ഇങ്ങനെ എല്ലാവരും വാച്ച് ചെയ്യും. ഞാൻ എണീറ്റ് കൊടുത്തു. കാരണം ചെളിയും മുഷിഞ്ഞതും ഒക്കെ ആയിട്ടൊന്നും അല്ല അവർ മുമ്പിലോട്ട് വന്നത്. ഓരോ സ്റ്റേജ് ഓരോ മനുഷ്യർക്കുണ്ട് അല്ലേ. അപ്പം ചില മനുഷ്യർക്ക് ജനിക്കുമ്പോഴേ നല്ല പ്രൗഢിയുള്ള കുടുംബത്തായിരിക്കും ജനിക്കുന്നത്, ചിലപ്പോൾ പാവപ്പെട്ട വീട്ടിലായിരിക്കും. അപ്പം ഓരോ മനുഷ്യനും അതിൻ്റെതായ അഭിമാനമുണ്ട്. പക്ഷെ ഒരു ജീവനാണ്, ആ മനുഷ്യ ജീവനെ നമ്മൾ ഒരു വില കൊടുക്കണം എന്നുള്ളതാണ് ഞാൻ പഠിച്ചേക്കുന്ന പാഠം കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ആരോടും എന്തൊക്കെ ദ്രോഹം ചെയ്താലും വാശിയും വൈരാഗ്യം വെച്ചോണ്ടിരിക്കുന്നില്ല. എനിക്ക് അങ്ങനെ ഇപ്പം നേരിട്ട് ഇത്രയും വാശിയുള്ളവരെ കണ്ടാലും അറിയാണ്ട് നമ്മുടെ മോഹം ഇതാവും, സന്തോഷം ഇതാവും. ദൈവം ഒത്തിരി സാധനം ഇവരെ കണ്ടിട്ട് എന്നുള്ളൊരു സന്തോഷം നമ്മുടെ ഉള്ളിലോട്ട് വരും. അത് നമ്മുടെ മുഖത്ത് പ്രകടമാവുകയും ചെയ്യും. അങ്ങനെ ആയിരിക്കണം ശരിക്കും അല്ലേ എൻ്റെ ദൈവമേ. അപ്പം ആരോടും വാശിയും വൈരാഗ്യവും ഒന്നും വെക്കാണ്ട് ഒരു പാവപ്പെട്ടവരെയൊക്കെ കണ്ടാലും ഒന്ന് ചേർത്ത് പിടിച്ച്, പാവപ്പെട്ടവരെന്ന് വെച്ചാൽ നമ്മളൊക്കെ സാധാ മനുഷ്യരാണ്. ആരും ഈ 6 അടി മണ്ണല്ലാതെ കൂടുതലൊന്നും നമുക്ക് കിട്ടത്തില്ല. നല്ലൊരു ഡ്രസ്സ് കിട്ടുമോയെന്ന് അറിയത്തില്ല. അപ്പം എല്ലാവരെയും സ്നേഹിച്ചും ബഹുമാനിച്ചൊക്കെ മുമ്പോട്ട് പോകണം. ചില കാഴ്ചകളൊക്കെ കാണുന്നതിൻ്റെ ഇതിലാണ് ഞാൻ പറഞ്ഞത്. നിസ്സാര പിള്ളേർ സെറ്റൊക്കെ ആണെങ്കിലേ ആ വെല്ലുമേനെയൊക്കെ പറയുന്ന ഓരോ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഇവരൊക്കെ ഇത്രയ്ക്ക് വളർന്നോ ഇങ്ങനെ പറയാനും മാത്രം എന്നൊക്കെ ഉള്ള ചിന്ത വരും. അങ്ങനെയൊക്കെ കൂടെ ആയിട്ട് ഞാൻ പറഞ്ഞത് കേട്ടോ. പച്ചമുളകും തയ്യേ ഞാൻ കണ്ടില്ല. ഇപ്പം ഞാനവിടെ ഷൂ ഇട്ടുണ്ടെന്ന് നോക്കി ഒരു ചുമല കളർ എന്നാ സാധനം നോക്കി ഇപ്പം മുളക് പഴുത്ത് കിടക്കുന്നത് കേട്ടോ. ഞാൻ കണ്ടില്ലായിരുന്നു ഇത്രയും മിറ്റത്തായിട്ട് പോയി. അപ്പം എന്തൊക്കെ തട്ടിക്കൂട്ടിയിട്ട് എനിക്ക് മിറ്റം തൂക്കാനായിട്ട് സമയം കിട്ടിയില്ല. സമയത്തിന് നമ്മളെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല, സമയത്തിൻ്റെ വില മനസ്സിലാക്കി നമ്മൾ ചെയ്യണം അല്ലേ. ഇന്നേതായാലും മിറ്റം തൂക്കാനായിട്ടൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ ഉപ്പാറ പോയതുകൊണ്ടാട്ടോ. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് വരുമ്പോഴല്ലേ നൈറ്റ് 4 മണിക്കോ തൂക്കാം. അവിടെ മാത്രമേ ഇച്ചിരി ചെടിയുടെ പൂവും കായും ഒക്കെ കിടക്കുള്ളൂ. സാരമില്ല. സുമ ചേച്ചി ഇതേ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ പോയിട്ടൊക്കെ വരട്ടെ കേട്ടോ. കയറുകയാണ് കേട്ടോ. സജീവ് നിന്ന് വർത്താനം പറഞ്ഞിപ്പുണ്ട്. അച്ചാമ്മാൻ്റെ അമ്മാമ്മ ജെസ്സി ചേച്ചി എല്ലാവരും വന്നിപ്പുണ്ട്. ഉണ്ടോ, ഞാൻ പകുതിക്ക് എത്തിയതേ ഉള്ളൂ. ഞാനാണ് ഒട്ടും വയ്യാത്തത്. നല്ല രസമുള്ള പൂവ് ഉണ്ടോ, നീലക്കോണി. അപ്പോൾ എന്തായാലും ഞാനും കയറി ചെല്ലട്ടെ. എല്ലാവരും കൂടെ വട്ടമേശ സമ്മേളനം ചെറുക്കൻ കൊച്ചിൻ്റെ ഇതാണ്. ഫോണിനകത്ത് കാണിച്ചു കൊടുക്കുവാണ്. ഒരു 4 പേര് കൂടി കുളിക്കാൻ പോയതെങ്ങാണ്ടൊക്കെ കേട്ടോ. അതെ ഉണ്ടോ, അത് കാണുമോ. അതിനകത്ത് മുങ്ങി വെള്ളത്തിൽ നിന്ന് എടുക്കുന്നതും ഒക്കെ ഉണ്ട്. ഫോണിനകത്ത് വന്നിട്ടുണ്ട്. അതെല്ലാം എടുക്കുന്നുണ്ടോ, കാണുക. ഇന്നത്തെ ഒരു വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ഇടുക, കൂടുതൽ അവലോട് ഇടിച്ചു പിടിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ എല്ലാവർക്കും ടാറ്റാ.